സുഖോയ് വിമാനാപകടത്തിൽ 2 പൈലറ്റുകൾക്കും വീരമൃത്യു എന്നുള്ള വിവരമാണ്. സ്ക്വാഡ്രൺ ലീഡർ അനുജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പർവേഷ് ദുർക്കർ എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. വ്യോമസേന അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അസമിലെ ജോർഹട്ടിൽ നിന്നും 60 കിലോമീറ്റർ അകലെയാണ് ഈ വിമാനം തകർന്നു വീണത്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, ഈ വ്യോമസേനയുടെ സുഖോയ് യുദ്ധവിമാനത്തിൽ 2 പേർക്ക് മാത്രമേ അതിൽ സഞ്ചരിക്കാൻ കഴിയൂ. ആ 2 പൈലറ്റുമാരും വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ്. വ്യോമസേന അനുശോചനം ഇപ്പോൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നോബിളിൽ എന്താണ് വിവരങ്ങൾ? സ്മൃതി, സുഖോയ് യുദ്ധവിമാനത്തിലുണ്ടായ അപകടത്തിൽ ഇപ്പോൾ 2 പൈലറ്റുമാരും വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നാണ് വ്യോമസേന വ്യക്തമാക്കുന്നത്. ഈ അപകടത്തിൽ 2 പേർക്കും ഗുരുതര പരിക്കുകൾ ഏറ്റിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. അതിന് പിന്നാലെയാണ് ഇവർ വീരമൃത്യു വരിച്ചിരിക്കുന്നത് എന്ന് വ്യോമസേന അറിയിക്കുന്നു. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, അതോടൊപ്പം തന്നെ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പുർവേഷ് ഗുരക്കർ എന്നിവരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 7:42 ഈ ജോർഹട്ട് വ്യോമത്താവളത്തിൽ ഉയർന്ന യുദ്ധവിമാനത്തിന് റഡാറിൽ നിന്ന് നഷ്ടമാകുന്നത്. ഏകദേശം അവിടെ ഒരു വനമേഖലയിൽ ഈ വിമാനം പിന്നീട് തകർന്നു വീണു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പ്രദേശവാസികളുടെ വലിയ ശബ്ദം അടക്കം ഇതുമായി ബന്ധപ്പെട്ട് കേട്ടു എന്ന് പറയുകയും ചെയ്തിരുന്നു. ഏറെ നേരത്തെ തിരച്ചിലിന് ഒടുവിലാണ് ഇപ്പോൾ എന്താണെങ്കിലും ഇവർ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തിൽ, ഈ അപകടത്തിൽ എന്താണെങ്കിലും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളാണോ അല്ലെങ്കിൽ എഞ്ചിൻ തകരാറാണോ, എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് വ്യോമസേന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. സുഖോയ് യുദ്ധവിമാനം എന്ന് പറയുന്നത് വ്യോമസേനയുടെ അഭിമാനമായ യുദ്ധവിമാനങ്ങൾ ഒന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും കരുത്താർജിച്ച യുദ്ധവിമാനങ്ങൾ ഒന്നുകൂടിയാണ്. ആ വിമാനമാണ് ഇന്നലെ ഇപ്പോൾ പരിശീലന പറക്കലിടെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും പിന്നീട് അപ്രത്യക്ഷമാവുകയും ചെയ്തത്. എന്താണെങ്കിലും വിമാനത്തിൽ അടുത്തേക്ക് അടക്കം ഉദ്യോഗസ്ഥർ എത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ടൊരു വനമേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമാനം തകർന്നു വീഴുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് വ്യോമസേന ഇപ്പോൾ ഈ 2 പേരുടെയും വീരമൃത്യുവിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. സ്മൃതി, ശരി. ആ ദുഃഖവാർത്തയാണ് ഇപ്പോൾ വ്യോമസേനയിൽ ലഭിക്കുന്നത്. യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.